കൊട്ടുഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതികൾ പലതും പേപ്പറിൽ ഒതുങ്ങിപ്പോയത് നമ്മുടെ നാട് ഏറെ കണ്ടിട്ടുണ്ട്. നീണ്ട പട്ടികയിലേക്ക് പുതിയൊരു പേര് കൂടി വരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സവാരിയുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെരുവഴിയിലാണ്. തർക്കങ്ങളില്ലാതെ സുരക്ഷിത യാത്ര എന്ന പേരിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ തർക്കങ്ങളായിരുന്നു. കേരള സവാരിയിൽ നിന്ന് ഡ്രൈവർമാർ കൂടി പിന്മാറിയതോടെ പദ്ധതിക്ക് കാലിടറിയിരിക്കുന്നു. രാജ്യത്തിന് മാതൃകയാകുന്ന പദ്ധതികൾ അവതരിപ്പിക്കുന്നതിൽ മികവ് പ്രകടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇത്തരത്തിൽ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കേരള സവാരി. ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസുകളുടെ ചൂഷണം ഇല്ലാതാക്കിയായിരുന്നു ലക്ഷ്യം. 2022 ഓഗസ്റ്റ് 17-നാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസായ കേരള സവാരി തുടങ്ങിയത്. പോലീസ്, ഗതാഗത വകുപ്പ്, ലീഗൽ മെട്രോളജി തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പദ്ധതി. പോലീസ് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുത്തവരായിരുന്നു ഡ്രൈവർമാർ. കേരള സവാരി എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് സർവീസ്. സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസുകളെപ്പോലെ തിരക്കിനനുസരിച്ച് കേരള സവാരിയിൽ നിരക്കിന് മാറ്റമുണ്ടായിരുന്നില്ല. കരാർ പ്രകാരം സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപയും ടാക്സിക്കാരന് 5 കിലോമീറ്റർ വരെ 200 രൂപയും സർവീസ് ചാർജുമാണ്. എന്നാൽ നിരക്ക് കൂട്ടി നൽകണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടതോടെ ഡ്രൈവർമാർ ബുക്കിംഗ് സ്വീകരിക്കാതെയായി. സ്വകാര്യ ഓൺലൈൻ ടാക്സികൾ യാത്രക്കാർക്ക് ഓഫറുകളും ഡ്രൈവർമാർക്ക് കൂടുതൽ കമ്മീഷനും ഇൻസെൻറ്റീവും വാഗ്ദാനം ചെയ്ത് കളം പിടിച്ചു. ഇതോടെ പദ്ധതിക്കായി തെരഞ്ഞെടുത്ത പരിശീലനം നൽകിയ ഡ്രൈവർമാർ ഭൂരിഭാഗവും കേരള സവാരിയെ കൈയൊഴിയുകയായിരുന്നു. കേരള സവാരി വിജയിക്കണമെങ്കിൽ ഡ്രൈവറിന് ന്യായമായ റേറ്റ് കൊടുക്കണം. സിറ്റിക്കകത്ത് റൂറലിലും എല്ലാം ഒരേ റേറ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പദ്ധതി വിജയിക്കാതെ പോയത്. ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് ഡ്രൈവറിനും പാസഞ്ചറിനും ഒരേ പ്രൊമോഷൻ കൊടുക്കണം, എന്തെങ്കിലും ഓഫർ കൊടുക്കണമായിരുന്നു. ഇത് അവരൊരു ആപ്പ് കൊണ്ടുവന്നു പദ്ധതി വിറ്റത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു പ്രൊമോഷനും കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് വിജയിക്കാതെ പോയത്. ഓൺലൈനിൽ ഇപ്പോഴുള്ളത് 60-ൽ താഴെ ഡ്രൈവർമാരാണ്. രജിസ്റ്റർ ചെയ്തതിൽ ഭൂരിഭാഗം വാഹനങ്ങളും ഓൺലൈനിൽ വരുന്നില്ല. ഇതോടെ യാത്രക്കാരും കേരള സവാരിയെ ഉപേക്ഷിച്ചു. മൊബൈൽ ആപ്പിലെ പ്രശ്നങ്ങളും പദ്ധതിക്ക് വില്ലനായി. പദ്ധതി നിലനിർത്താനായി പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡുകളിലെ നിരക്കുകളെങ്കിലും അനുവദിക്കണമെന്ന് തൊഴിൽ വകുപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ ഗതാഗത വകുപ്പ് ഇത് നിരാകരിച്ചു. ഇതോടെ തൊഴിൽ വകുപ്പും പദ്ധതിയെ കൈയൊഴിയുകയായിരുന്നു. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. കാണാൻ അത് മാഞ്ഞു പോവുകയാണ്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ. അത് ചാലുവല്ല ഇപ്പോൾ അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരാഴ്ച ഓടി, പിന്നെ അത് വലിയ പ്രശ്നമാണത് ക്യാൻസലായി കിടക്കുകയാണ്. കേരള സവാരി ആ സംവിധാനം, ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പൊതുജനത്തിന് ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൻ്റെ രീതി ശരിയായ രീതിയിൽ കൂടെ അല്ല. കേരള സവാരി എന്നുള്ള ഒരു സംവിധാനം തുടങ്ങി, പക്ഷേ അത് ഓട്ടോ ഒന്നുമില്ല. അതിപ്പോൾ നിലച്ച മട്ടിലാണ്. പേര് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതന്നെ, പേര് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഒന്നും അതിനെപ്പറ്റിയുള്ള ഒരു ഇതുമില്ല. ആരും എടുത്തിട്ടില്ല കേരള സവാരി. എന്തിനാണെന്ന് ആർക്കും ഒരു പിടിയില്ല. ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് പോയാലും ഈ സിറ്റിക്കകത്ത് ഓടുന്ന റേറ്റാണ് തരണത്. പിന്നെ നെടുമങ്ങാട് പോയാലും ആ 15 രൂപ കിട്ടുള്ളൂ. ആവശ്യമില്ലാതെ തുടങ്ങിയ ഒരു സംരംഭമാണ്. അതുകൊണ്ട് പിന്നെ ജനങ്ങൾക്ക് അതിൻ്റേതായ നേട്ടം ഉണ്ടാക്കാനും പറ്റിയില്ല. കുറേ നഷ്ടങ്ങൾ വന്നല്ലാതെ ബാക്കിയൊന്നും നേരെ വന്നിട്ടില്ല. നാട്ടിന് യാതൊരു ഗുണമില്ലാത്ത സാധനമാണ് കേരള സവാരി. പൊതുവിൽ പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഓട്ടങ്ങളില്ല. കാരണം ഇപ്പോൾ ലൈൻ ബസ് ഇറങ്ങിയതോടുകൂടി നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിലൊരു ഇടപെടൽ ഉണ്ടാകുമോ? സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒട്ടേറെ പോരായ്മകളുണ്ട്. അതൊക്കെ പരിഹരിച്ച് ആ പദ്ധതി വരുമോ എന്നറിഞ്ഞുകൂടാ. അത്തരമൊരു സാധ്യത ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ ഈ അവധിയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ആലപ്പുഴയ്ക്ക് കൂടി അവധി തരൂ എന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ അവധിയാണല്ലോ, ആലപ്പുഴയ്ക്ക് കൂടി അത് വേണം, അവിടെയും ചൂടുണ്ടെന്ന് പറയുന്നു. കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ സമാനമായ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് അവിടങ്ങളിലെ ജില്ലാ കളക്ടർമാരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാലക്കാട് ഏതായാലും ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ മാസം 8-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്.